ലിനറ്റ്, ഇപ്പോൾ കൊച്ചിയുടെ വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ കോഴിക്കോട്ടേക്ക് വന്ന കോഴിക്കോട്ടെ പുതുവത്സര കാഴ്ചകൾ എങ്ങനെയാണ്? നഗരത്തിലെ തിരക്ക് എത്രത്തോളം ഉണ്ട്? ആളുകളെല്ലാം ഇപ്പോൾ തന്നെ നിരത്തിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ടോ? എന്തൊക്കെയാണ് രാത്രി 12 മണിക്ക് നിങ്ങൾ ഒരുക്കി വെച്ചിരിക്കുന്ന സർപ്രൈസ് കോഴിക്കോട്ടുകാർ? കോഴിക്കോട് ഇവിടെ മൊത്തം കളറാണ്. ഇപ്പോൾ എനിക്ക് ചുറ്റും നോക്കിയാൽ ഫുള്ള് ഇവിടെ ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്ന മാനാഞ്ചിറ മൈതാനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു 2025 വരവേൽക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുകാർ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകും, നിറയെ ആളുകളാണ് ഈ ഒരു മാനാഞ്ചിറ മൈതാനത്തേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നിരങ്ങളിലൊക്കെ തന്നെ വാഹനങ്ങളെല്ലാം തന്നെ വളരെയധികം തിരക്ക് ഉള്ള സമയമാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു ബീച്ചിലേക്കും അതോടൊപ്പം ഈ ഒരു മാനാഞ്ചിറ മൈതാനത്തേക്ക് നിരവധി പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു ഫോട്ടോസ് എടുക്കാനും അതേപോലെ മറ്റ് സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ പങ്കിടാൻ വേണ്ടി സാധാരണ കോഴിക്കോടുകാരെത്തുന്ന 2 സ്ഥലങ്ങളിലൊന്നാണ്, ഒന്ന് ബീച്ചും മറ്റൊന്ന് മാനാഞ്ചിറയും. ഇത്തവണയും എല്ലാ വർഷങ്ങളെയും പോലെ തന്നെ ഈ ഒരു പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി മാനാഞ്ചിറയും ഒരുങ്ങിക്കഴിഞ്ഞു. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ലൈറ്റുകൾ കൊണ്ട് 2025 എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. ഇവിടെ നിറയെ ആളുകൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നോക്കിയാൽ അറിയാം, ഇവിടെ ഒരുപാട് കുട്ടികളൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞോ? എങ്ങനെയുണ്ട് ഈ ഒരു 2025? അടിപൊളിയോ? ഇത്തവണ എങ്ങനെയായിരിക്കും? എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അടിച്ചു പൊളിക്കുക. ഈ കൊല്ലവും അടിച്ചു പൊളിക്കും എന്നുള്ള തയ്യാറെടുപ്പിലാണ് ഇവിടെ ഉള്ളവരൊക്കെ. ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, പിള്ളേരെയൊക്കെ കൊണ്ട് ഒരുപാട് അച്ഛനമ്മമാരാണ് എത്തിയിരിക്കുന്നത്. ഇതെന്താ കയ്യിലുള്ളത്? വാളാണോ? എന്തുവാ വാളാണോ? ഹലോ, ഈ ഒരു 2025 വരവേൽക്കാൻ എന്തൊക്കെ പ്ലാനുകളാണ് ഉള്ളത്? പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ല. 2024 എങ്ങനെ കടന്നുപോയോ അതുപോലെ 2025 കടന്നു പോകും. ഇനി വേറെ പാൻഡമിക് ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 25 നല്ലൊരു വർഷമായി തീരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്രമാത്രമേ ഉള്ളൂ. തീർച്ചയായും നല്ലൊരു വർഷത്തെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഒരുപാട് പേര് നിലത്തൊക്കെ ഇരുന്നു കൊണ്ട് കുശലാന്വേഷണം ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ മാനാഞ്ചിറയിലുള്ളത്. നമുക്ക് നോക്കിയാൽ ചുറ്റുപാടും ദീപാലങ്കൃതമാണ് ഈ ഒരു മാനാഞ്ചിറ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസിനോടനുബന്ധിച്ച് ഈ ഒരു ന്യൂ ഇയറിനോടനുബന്ധിച്ചാണ് ഇത്തരത്തിലുള്ള ഒരു കാഴ്ച മാനാഞ്ചിറയിൽ ഉണ്ടാകുന്നത്. ഇവിടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വരുന്ന ആളുകളുടെ എണ്ണം വളരെയധികമാണ്. അതോടൊപ്പം ഇവിടെ കോഴിക്കോടുകാർ മാത്രമല്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും കൂടുതലായി നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നത്. കൂടുതലായിട്ടും മറ്റ് നാട്ടുകളിൽ നിന്ന്, ഈ മലപ്പുറം, വയനാട്, മറ്റ് സ്ഥലങ്ങൾ, അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം കേരളത്തിന് പുറത്തു നിന്നുള്ള ആളുകൾ പോലും ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ചേച്ചി, ഈ ഒരു 2025 എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും. ഈ ആഘോഷമൊക്കെ എവിടെ വരെയായി? എന്തൊക്കെ കാര്യം ഇത്തവണ ചെയ്യാൻ പോകുന്നത്? ഒക്കെ പ്ലാനിങ്ങിലാ. ഈ ഒരു 12 മണി വരെ ഇവിടെ ഉണ്ടാവോ? എങ്ങനെ, കളറാണോ? കളറാണ്, പൊളിയാണ്. കോഴിക്കോടുകാർ 2025 വരവേൽക്കാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ കോഴിക്കോട് ബീച്ചിലും ഇതുപോലെ തന്നെ തിരക്കാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ഇവിടെ ഒരുപാട് പേരാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, ഈ നിരങ്ങളിലൊക്കെ തന്നെ വളരെയധികം വാഹനങ്ങളുടെ തിരക്കാണ്. ആളുകൾക്ക് ഈ മാനാഞ്ചിറയിലേക്കും അതോടൊപ്പം തന്നെ ഈ ബീച്ചിലോട്ടുമൊക്കെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ചുറ്റുമുള്ള. കുട്ടികളൊക്കെ തലയിലൊക്കെ ഒരുപാട് ഈ ഒരു ക്രൗണൊക്കെ വെച്ചിട്ടാണ് നിൽക്കുന്നത്. ഇഷ്ടപ്പെട്ടു ഈ സാധനം? എവിടുന്നാ മേടിച്ചേ? ഈ ന്യൂ ഇയർ എങ്ങനെ ആഘോഷിക്കാൻ പോകുന്നത്? 12 മണി വരെ ഇവിടെ ഉണ്ടാവോ? കളറാണോ? ആരൊക്കെ വന്നിരിക്കുന്നത്? വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നേ? തമിഴ്നാട്. ഹിന്ദിക്കാരാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കോഴിക്കോട് ആഘോഷം കളറായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഹിന്ദിക്കാരടക്കം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. ഇത്തവണ എങ്ങനെയാ ഇവരെയും കൊണ്ടൊക്കെ വന്നത്? ആരാ ഇത്? പറഞ്ഞോ. ബന്ധുക്കളെയും കൊണ്ടൊക്കെ നാട് കാണിക്കാൻ വേണ്ടി, കോഴിക്കോടുകാരുടെ സ്നേഹം കാണിക്കാൻ വേണ്ടി, ആഘോഷം കാണിക്കാൻ വേണ്ടിയൊക്കെ തന്നെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം, ഒരുപാട് കുട്ടികളുണ്ട്. നല്ല രസമാണ്. പ്രത്യേകിച്ച് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ ഒരുപാട് കച്ചവടക്കാരും ഉണ്ട് കേട്ടോ. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, ഈ ക്രൗണൊക്കെ ഇപ്പം ഇവിടെ സുലഭമാണ്. എല്ലാവരും ഇതൊക്കെ വെച്ചാണ് ഇവിടെ നടക്കുന്നത്. പ്രത്യേകിച്ച് ഈ കുട്ടികളൊക്കെ തന്നെ ഇതുപോലുള്ള ക്രൗണുകളും വാളും ഈ ലൈറ്റ് ഉള്ളതൊക്കെ ആയിട്ട് ഭയങ്കര ആഘോഷത്തിലാണ്. ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ കോഴിക്കോടിൻ്റെ ഏറ്റവും കളർഫുൾ സ്ഥലത്തിലാണ് അവർ നിൽക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഈ ഒരു ലൈറ്റുകളൊക്കെ ഇട്ടതിന് ശേഷം കാണാൻ നല്ല ഭംഗിയാണ്. ആളുകൾ ഫോട്ടോ എടുക്കാനും സെൽഫി പോയിന്റുകളൊക്കെ ആയിട്ടാണ് ഈ ഒരു സ്ഥലത്തെ മാറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇത്തവണ എങ്ങനെയുണ്ട്? 2025 എന്തൊക്കെ പ്രതീക്ഷയുള്ളത്?
നല്ല പ്രതീക്ഷയാണ്. എന്താ ചെയ്യുന്നത്? പഠിക്കുവാണോ? പഠിക്കാം. എത്രല്ല പഠിക്കുന്നത്? 9th. അടുത്ത കൊല്ലം 10ലേക്ക്. എന്നാ ഇപ്പം വലിയ പ്രതീക്ഷകളാണോ? വലിയ പ്രതീക്ഷകളാണ്. കഴിഞ്ഞ വർഷം എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞ വർഷം കുഴപ്പമൊന്നുമില്ലായിരുന്നു, പക്ഷേ ഇപ്രാവശ്യമാണ് പ്രതീക്ഷ. ഇത്തവണ എന്തെങ്കിലും റെസൊല്യൂഷൻസ് ഉണ്ടോ? കൂടുതൽ പഠിക്കാൻ, മാർക്ക് കൂടുതൽ വാങ്ങാൻ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ? നന്നാവണം. എന്ത് കാര്യത്തിലാണ് നന്നാവണ്ടേ? എല്ലാ കാര്യത്തിലും. അരുണ്യ, ഇത് പറഞ്ഞതുപോലെ പലരും റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തുകൊണ്ടിരിക്കുക. നന്നാകാൻ വേണ്ടിയുള്ള റെസൊല്യൂഷൻസ് ഒക്കെയാണ്. ഞാനും കുറച്ചൊക്കെ എടുക്കുന്നുണ്ട്. അതോടൊപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇവിടെ പാരൻസ് കുട്ടികളായിട്ടൊക്കെയാണ് എത്തിയിരിക്കുന്നത്, കൈക്കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെയാണ് എത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം, ഇവിടെ ഈ ഒരു പ്രായഭേദമന്യാണ് ഈ കോഴിക്കോട് ആഘോഷം തിമിർത്തുകൊണ്ടിരിക്കുന്നത്. ഈ 2025 ആകാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എന്നിരുന്നാലും ഇവിടെ ഈ ഒരു സ്ഥലത്ത് തിരക്കേറിക്കൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് ഇത്തവണ കളറാക്കും, ഇതുപോലെ തന്നെ ആയിരിക്കും, ഫുള്ള് ഇതുപോലെ കളറായിരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അരുണ്യ, കോഴിക്കോട് നിന്നാണ് ലിനറ്റ് വിവരങ്ങൾ നൽകുന്നത്. കോഴിക്കോട് നഗരം മുഴുവൻ ആഘോഷ തിമിർപ്പിലാണ്. മാനാഞ്ചിറ മൈതാനത്തും അതുപോലെ കോഴിക്കോട് ബീച്ചും കേന്ദ്രീകരിച്ചാണ് കോഴിക്കോട്ടെ പുതുവത്സര ആഘോഷങ്ങൾ. രണ്ടിടത്തും വലിയ തിരക്കാണ്, നിരവധി പരിപാടികൾ നടക്കുന്നുണ്ട്. ലിനറ്റ് വർഗീസാണ് കോഴിക്കോട്ടെ വിശേഷങ്ങൾ പങ്കുവച്ചത്.